ഈ പുതിയ ന്യൂ ജനറേഷൻ മക്കളെ പറ്റിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിത പാടിയത്. കറുത്ത ഗണനായകൻ ടെലിവിഷന്റെ ചുടുചാനലിൽ പിടക്കുമുടനിന്നകം കുടലുമാല പിടയും പടി മകന്റെ പുതുകണ്ണിനി കിടിലമാണ് പോലുത്സവം അവന്റെ ചെവി കേൾക്കയിൽ ഉറുമ്പുതൻ ഭാഷണം. നമ്മുടെ നാട്ടിലുള്ള വീട്ടിലൂടെ വരിയും നിരയുമായി കടന്നുപോയ ചെറിയ ചെറിയ ഉറുമ്പിന്റെ മക്കളുടെ ഭാഷണം പോലും കേൾക്കാൻ പുതിയ ടെക്നോളജിയെ കരവിരുതുകളെ കൊണ്ട് കരഗതമാക്കിയ അഭ്യസ്ത വിദ്യനായ ആധുനിക വിദ്യാർത്ഥിക്ക് സാധ്യമല്ലാതിരിക്കുകയാണ്. അവന്റെ മൊഴിയാങ്കലം, അവൻ നല്ല ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ മൊഴിയാങ്കലം അതു നിനക്കിലോ സങ്കടം എനിക്കുപകരിച്ചെന്റെ പഴയകാല രാമായണം. പണ്ട് രാമായണം വായിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പിന്നെ പറഞ്ഞു, എനിക്കെന്റെ രാമായണം മാത്രമാണ് ഉപകരിച്ചത്. മുടിഞ്ഞ മലയാളമേ മുല പറഞ്ഞ പരദേവതേ നിനക്കു ശരണം മഹാബലിയടഞ്ഞ പാതാളമോ. പണ്ട് മഹാബലി കടന്നുപോയ പാതാളത്തിലേക്ക് തന്നെയാണോ ആധുനിക മലയാളിയും കടന്നു പോകുന്നത്? നമ്മുടെ എല്ലാം പോവല്ലേ? ഒരു കാലത്ത് നമ്മുടെ ഏലം, നമ്മുടെ തൈലം, നമ്മുടെ കുരുമുളക്, നമ്മുടെ ഫലവസ്തുക്കള്, നമ്മുടെ ഭക്ഷണ വ്യഞ്ജനങ്ങള് ബ്രിട്ടീഷുകാരൻ കടത്തി കൊണ്ടുപോയപ്പോ ആരോ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോട്ടെ സായിപ്പ്, കൊണ്ടുപോട്ടെ, എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ അവന് കഴിയില്ലല്ലോ. ഇന്ന് മലയാളിയുടെ ഞാറ്റുവേല എവിടെയാ കിടക്കുന്നത്? ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാല്, ഇന്നിപ്പോ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കേണ്ട അവസ്ഥയാണ്. പരസഹായം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആളുകൾക്കിടയിൽ നിന്ന് അസ്തമിച്ചു. അതിന് ആളുകൾ വരണം. പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, പന്തല് കെട്ടുന്നത് അയൽവാസികൾ, നാട്ടുകാർ. മൃഗത്തെ കശാപ്പ് ചെയ്യുന്നത് അവരാണ്, തൊലിയിരിക്കുന്നത് അവരാണ്, മാംസങ്ങളെ ശകലങ്ങളാക്കുന്നത് അവരാണ്, ഭക്ഷണം വെക്കുന്നത് അവരാണ്, കസേരകളെ നിരത്തുന്നത് അവരാണ്, റിസപ്ഷനിൽ വെള്ളം കൊടുക്കുന്നത് അവരാണ്. ഇന്ന് വന്നു പോവുക, ഭക്ഷിച്ചു പോവുക, കുടിച്ചു പോവുക, അതോടുകൂടെ നാട്ടുകാരന്റെ കടപ്പാട് തീർന്നു. നാട്ടുകാരാ, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഞാൻ വിളിച്ചു വരുത്തിയ ഇവന്റ് മാനേജ്മെന്റിന്റെ ആളുകൾ നിന്റെ മുമ്പിൽ എന്റെ വീട്ടിൽ സദ്യാവട്ടങ്ങളിൽ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുക എന്ന ധർമ്മമാണ്. അതോടുകൂടെ മലയാളി അപരത്വത്തിലേക്ക് പോയി. ഇന്ന് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ്, അപരനാണ്. നമുക്കെല്ലാവരും അന്യരല്ലേ? കണക്ക് ചോദിക്കുകയാണ്. ഒരു സേവനത്തിന് കണക്ക് ചോദിക്കപ്പെടുന്ന കാലമാണിത്. ഒരു പെട്ടി എടുത്തിട്ട് കാറിലേക്ക് വെച്ച് തരുമ്പോ ടിപ്പ് വരട്ടെ, ക്യാഷ് വരട്ടെ, എല്ലാ സ്ഥലങ്ങളിലും പ്രത്യുപകാരം പ്രതീക്ഷിക്കപ്പെടുകയാണ്. പാശ്ചാത്യ പ്രവണതകൾ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് എത്തി. ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന ബോയ്, ആ ബോയ് ടിപ്പ് പ്രതീക്ഷിക്കുന്നു എന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കേറിയ മനുഷ്യനും തീരുമാനിച്ചു. അവൻ അവിടെ ഒരു 10 റുപ്യ കൊടുക്കൽ നിർബന്ധമായി. എല്ലാവരും കൊടുക്കുന്നതിന്റെ ഇടയിൽ ഞാനത് കൊടുക്കാതിരുന്നാൽ ഞാൻ സമൂഹത്തിന്റെ സ്വരച്ചേർച്ചയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവൻ എന്ന ദുഷ്പേര് എനിക്ക് വരും. പേടിച്ചവനും കൊടുക്കാൻ. ഹോട്ടൽ എന്ന് ബോർഡ് വെച്ചിട്ട് ഹോട്ടലിന്റെ പിന്നാമ്പുറത്തെ പുറകുവശം മുൻവശങ്ങളിൽ നിൽക്കുന്നവനും ടിപ്പ് കൊടുക്കൽ നിർബന്ധമായി. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന് പണ്ട് കുമാരനാശാൻ പാടിപ്പോയത്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം. ഇന്നലെ ആരോ ചെയ്ത അബദ്ധങ്ങൾ ഇന്നത്തെ ആചാരമാണ്. നാളത്തെ ശാസ്ത്രമതാകാം, അത് നാളെ നമ്മുടെ മക്കൾ പഠിക്കുന്ന ശാസ്ത്രമാണ്. അത് നമ്മുടെ വീട്ടിൽ ജീവിതത്തിൽ നമ്മളെ പുലർത്തുന്ന ശാസ്ത്രമാണ്. ഗാർഹിക ശാസ്ത്രം, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ സാമൂഹ്യ ശാസ്ത്രം, കുടുംബത്തിലേക്ക് ഇറങ്ങുമ്പോ കുടുംബശാസ്ത്രം, മനസ്സിലേക്ക് ഇറങ്ങുമ്പോ മനഃശാസ്ത്രം. എന്ത്? ഞാൻ അങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്റെ കടമയാണ് എന്ന് വന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം പൊലിപ്പിച്ച് കാണിക്കുന്നിടത്തേക്ക് നമ്മൾ അഭിരമിച്ചു. ഓൺലി എക്സ്പ്രഷൻ, എല്ലാം പ്രകടനപരത ഒക്കെ കാണിച്ചു കൊടുക്കണം.
ഒരു കുട്ടിൻ്റെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് എൻ്റെ കുട്ടിൻ്റെ കല്യാണം കഴിക്കാൻ ഇത്രയും ആൾക്കാരെ ക്ഷണിച്ചിട്ട് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നല്ല പിതാവ് ആലോചിക്കുന്നത്. ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ, അത് ലോൺ എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, കടം വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ, മലയാളി മത്സരിച്ചു കൊണ്ടേയിരിക്കാൻ, അവസാനം ലോൺ അടക്കാൻ പലിശക്ക് മുകളിൽ പലിശ വന്നിട്ട് അതിന്റെ പിറകെ പോയി ബാങ്ക്റപ്റ്റ് വന്ന് കടക്കണി വന്ന് എല്ലാം അവതാളത്തിലായി നമ്മള് പ്രകടനപരതയുടെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തൊരു മുതലാളി സ്വന്തം മകളുടെ കല്യാണം കഴിച്ചത് വലിയ ഭീമാകാരമായ പന്തൽ കെട്ടി ആ പന്തലിന്റെ മട്ടുപ്പാവിൽ തൂങ്ങിക്കളിക്കുന്നത് പ്ലാസ്റ്റിക് മുന്തിരിക്കൊലകളാകാൻ പാടില്ല. അതിന് പകരം മധുരയിൽ പോയി അവിടെ ഏക്കറക്കണക്കിന് സ്ഥലത്ത് പാട്ടത്തിന് ഭൂമിയെടുത്തിട്ട് മുന്തിരി വിളയിക്കുന്ന മനോഹരമായ സ്ഥലമുണ്ട്. തേനി ഭാഗത്ത്, കമ്പം തേനി ഭാഗത്ത്, അവിടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വലിയ ഒരു കാരവൻ, ടെമ്പോ ട്രാവലർ, എയർ കണ്ടീഷൻ, ഫ്രീസർ സംവിധാനമുള്ള ടെമ്പോ ട്രാവലറിൽ അദ്ദേഹം ഒരുപാട് വള്ളിയോടുകൂടെ ഇലകളോടുകൂടെയുള്ള ലൈവായ മുന്തിരിക്കൊലകള് അവിടെ നിന്ന് വാങ്ങിയിട്ട് എറണാകുളത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പണിക്കാരോട് പന്തലിൽ മുഴുവൻ നിരത്താൻ പറയാണ്. എന്തിനെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് വാടിപ്പോകും. അതിന്റെ മാതാവാകുന്ന സസ്യത്തിന്റെ വള്ളിയുടെ മടിത്തട്ടിൽ നിന്ന് അതിനെ പ്ലക്ക് ചെയ്ത് പറിച്ചെടുത്തതാണ്. സന്ധ്യ മയങ്ങുമ്പോ അത് വാടിപ്പോകും, ഉറപ്പാൻ. എന്നിട്ടും പറഞ്ഞു 7-7.5 ലക്ഷം രൂപയാണ് ഒരു വാഹനം അങ്ങോട്ട് പോകാനും ആ മുന്തിരി അവിടുന്ന് വാങ്ങാനും അത് തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനും അത് അലങ്കരിക്കാനും ഒക്കെ ആയത്. എന്നിട്ടും പറഞ്ഞു അതൊരു വെറൈറ്റിയാണ്, അതൊരു പ്രസ്റ്റീജാണ്. അങ്ങനെ പ്രസ്റ്റീജിന് വേണ്ടി മത്സരിക്കുന്ന ലോകം, ആ ലോകത്തിന്റെ ഇടയിലാണ് സഹചാരി അതിന്റെ വ്യതിരിക്തത ഇവിടെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, കണ്ടറിഞ്ഞ് സഹായിക്കുക എന്ന് പറയുന്ന ധർമ്മം ഇവിടെ സമാദരണീയനായ നമ്മുടെ സ്നേഹിതനാണ് ഇവിടെ കടന്നു വന്നിട്ട് ആവശ്യമായ കട്ടിൽ ഇവിടെ വന്ന് ഏറ്റത്. തന്റെ മാതാപിതാക്കൾ അദ്ദേഹം സ്മരിച്ചത്. അല്ലാഹുവേ, അത് ഒരു ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയുന്നു, എല്ലാ വിജ്ഞാനങ്ങളും വളർന്നു വന്ന ലോകത്ത് അദ്ദേഹം ഇവിടെ സമർപ്പണം നടത്തിയതുപോലെയുള്ള വിജ്ഞാനമാണ് കരണീയമായ ജ്ഞാനം. അതേതാണ്? അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. അത് സന്ദർഭോചിത വിജ്ഞാനമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കടമ്പകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹചാരിയുടെ പ്രവർത്തകന്മാരെ പറ്റി പറഞ്ഞതാണോ? പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തകന്മാരെ പറ്റി പറഞ്ഞതാണോ? നാട്ടിലെ പൊതുസേവകന്മാരായിരിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞതാണോ എന്ന് ഒരു ഹദീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോവാൻ. ഏതാണ് ഹദീസ്? ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മുമ്പിലേക്ക് ആ ഹദീസ് സമർപ്പണം നടത്തുകയാണ്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, പരിശുദ്ധനായ തമ്പുരാൻ ഏതെങ്കിലും ഒരാള്, ഒരു ചെറുപ്പക്കാരനായ അടിമ, അവൻ ഖൈറിന്റെ മാർഗത്തിലാകണം, അവൻ നന്മയുടെ വക്താവാകണം, അവൻ നാളെ സ്വർഗത്തിന്റെ അവകാശിയാകണം, അവൻ റബ്ബ് തൃപ്തിപ്പെട്ട അടിമയാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു അടിമയെ കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിക്കുന്ന പണി ചിലപ്പോ എല്ലാ നേരവും അവനെ പള്ളിയിൽ ഇരുത്തണം എന്നാകൂല, അവൻ മുഴു സമയം എഴുത്തിക്കാഫിൽ ഇരിക്കണം എന്നാകൂല, അവൻ മുഴു സമയം ഖുർആൻ പാരായണം ചെയ്യണം എന്നും ആകൂല. പിന്നെ സയ്യറ ഹവായിജൻ നാസി ഇലൈഹി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നമ്മളെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഖൈറിന്റെ അവകാശിയാകണം, നരകത്തിലേക്ക് വീഴാതെ സിറാത്ത് എന്ന പാലം കടന്നിട്ടവൻ സ്വർഗസ്ഥനാകണം എന്ന് നാഥൻ ഏതെങ്കിലും ഒരാളെ പറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണിയുണ്ട്. എന്താണത്? സയ്യറ ഹവായിജൻ നാസി ഇലൈഹി. ജനങ്ങളുടെ ആവശ്യങ്ങളെ അല്ലാഹു തആല അവനിലേക്ക് സഞ്ചരിപ്പിക്കുന്നതാണ്. അത് യുവതിയാകാം, അത് യുവാവാകാം, അത് നമ്മുടെ നാട്ടിലെ കാരണവരാകാം, അത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട വല്യമ്മയാകാം. എത്രയെത്ര ആളുകളാണ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നത്. അവരുടെ സേവനങ്ങൾ ജനങ്ങൾ ഇങ്ങനെ സ്മരിക്കുകയാണ്. അവർ ഏതെങ്കിലും നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളെ കൊണ്ട് സ്തൂപമുണ്ടാക്കി അത് എന്റെ സ്മാരകമാണ്, അല്ലെങ്കിൽ സ്മാരകമാകണം എന്ന് ഒരിക്കലും വസിയ്യത്ത് ചെയ്തവരല്ല. അവരുടെ കർമ്മമണ്ഡലങ്ങളാണ് അവരുടെ സ്മാരകങ്ങൾ. അത്തരം ആളുകൾ, പ്രവർത്തകർ, പൊതുസേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ആളുകൾക്കിടയിൽ അതിൽ മതല്ല ജാതിയില്ല, ഈ സദസ്സ് പോലെ
ഇവിടെ പ്രിയപ്പെട്ട സഹചാരിയുടെ പ്രവർത്തകന്മാര് ഈ വേദി കെട്ടുമ്പോ പോലും നമ്മുടെ സഹോദര മതസ്ഥര് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു, സഹായിച്ചു. അതാണ് ഈ നാടിന്റെ മതേതര സൗഹൃദം. ആ കരണീയമായ മാതൃകയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയാൻ താല്പര്യപ്പെടുകയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളെ അല്ലാഹു തആല അവനിലേക്ക് സഞ്ചരിപ്പിക്കുന്നതാണ്. ഇപ്പൊ രോഗി എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ആചാര്യനായ തിരുമേനി ഒരു സഹാബി അനുചരനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഏതെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിക്കുകയാണെങ്കിൽ ഫമറുഹു യദ്ഊക്, ആ രോഗിയോട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ പറയുക. ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക, കാരണം രോഗിയുടെ ദുആ എന്ന് പറയുന്നത് മാലാഖമാരുടെ ദുആഇന് തുല്യമാണ്. ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക. നമ്മൾ ആരും അങ്ങനെ തിരിച്ചറിയാറില്ല. രോഗിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പറയണം. കാരണം രോഗി ഒരുപാട് കഷ്ടപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രോഗപീഠശയ്യയിൽ അവൻ കിടക്കുന്നതിന്റെ വിഷമതകളെ കണക്ക് കൂട്ടി അവന്റെ എല്ലാ ചെറിയ പാപങ്ങളെയും പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഫമുറുഹു യദ്ഊക്, ആ രോഗിയെ കണ്ടാൽ അവന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ അഭ്യർത്ഥന നടത്തണം. കാരണം പരിശുദ്ധ പ്രവാചക തിരുമേനി പറയുകയാണ്, ഫഇന്ന ദുആഹു കദുആഇൽ മലായിക, അവന്റെ ദുആ എന്ന് പറയുന്നത് ഒരു തെറ്റ് പോലും ചെയ്യാത്ത നിഷ്കളങ്കരായ അല്ലാഹുവിന്റെ മാലാഖമാരുടെ ദുആ പോലെയാണ്. ആ രോഗി സന്ദർശകനായി നിനക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ ഒരിക്കലും തട്ടപ്പെടുന്നതല്ല സഹോദരാ. അതുകൊണ്ട് രോഗിയുടെ കൂടെ നിൽക്കണം, കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കണം. പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ അസുഖം വരുന്ന ആളുകള് അവര് നിസ്സഹായരാണ്, അവര് നിലാരംബരാണ്, അവര് പ്രതീക്ഷയറ്റവരാണ്. പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ പ്രതീക്ഷ അസ്തമിക്കും. ചിലപ്പോ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സഹായിക്കാൻ കടന്നു വന്നേക്കാം. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. അവർക്ക് എന്തോ ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ അവരെ പിടികൂടും. എന്താണ് ആ ഉത്കണ്ഠ? എന്റെ മക്കൾ എന്നെ ശ്രദ്ധിക്കൂലേ, എന്റെ നാട്ടിലെ ചെറുപ്പക്കാരെന്നെ കൺസിഡർ ചെയ്യൂലേ? ആ ഒരു ഉത്കണ്ഠ പ്രായമുള്ള ആളുകൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റോമ ഭരിച്ചുകൊണ്ടിരുന്ന മുൻകാല രാജാവുണ്ടായിരുന്നു, പെരിക്ലിയസ്. ആ രാജാവ് റോമയുടെ സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോഴാണ് ആളുകൾ വന്നിട്ട് രാജാവിനോട് പറഞ്ഞത്, പ്രിയപ്പെട്ട പെരിക്ലിയസ് രാജാവേ, ഈ റോമ എന്ന് പറയുന്ന രാജ്യത്തെ ലോക രാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പുള്ള രാജ്യമാക്കി കൊടുത്ത ഒരു പണ്ഡിത ശിരോമണി വയോവൃദ്ധനായി ശയ്യാവലംബിയായി എണീക്കാൻ പോലും കഴിയാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. രാജാവേ, അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം. പെരിക്ലിയസ് രാജാവ്, റോമ കണ്ട അതികായനായ പണ്ഡിതൻ, ഇപ്പൊ ചക്രവർത്തിയായ പെരിക്ലിയസ് രാജാവ് ആ പണ്ഡിതനായ അനക്സഗോറസിനെ കാണാൻ വേണ്ടി കടന്നു പോവുകയാണ്. പെരിക്ലിയസ് രാജാവ് അനക്സഗോറസിന്റെ ചെറ്റക്കുടിലിന്റെ മുറ്റത്തെത്തി. രാജാവ് വന്നതറിഞ്ഞപ്പോ ഗ്രാമം ഇളകിത്തരിച്ചു. ആ ഗ്രാമത്തിൽ ഒരു പെരുന്നാളിന്റെ പ്രതീതി ജനിച്ചു. ഒരു ഗ്രാമോത്സവം തന്നെ നടന്നു. ആളുകൾ ഇടിച്ചു കയറി. പെരിക്ലിയസ് വന്നിരിക്കുന്നു അനക്സഗോറസിനെ കാണാൻ. അനക്സഗോറസ് റോമ കണ്ട പണ്ഡിതനാണ്, ഇതിഹാസമാണ്. ആ ലെജൻഡായ അനക്സഗോറസിനെ കാണാൻ റോമയുടെ രാജാവായ പെരിക്ലിയസ് കടന്നു വരികയാണ്. അനക്സഗോറസ് കിടക്കുന്ന കട്ടിലിന്റെ പരിസരത്ത് വന്നിട്ട് പെരിക്ലിയസ് രാജാവ് ഒരു കസേര ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അനക്സഗോറസ് എന്ന് പറയുന്ന പടുവൃദ്ധനായ മനുഷ്യൻ തന്റെ കട്ടിലിൽ നിന്ന് മെല്ലെ മെല്ലെ എണീക്കുകയാണ്. പരസഹായത്തോടുകൂടെ എണീറ്റിരിക്കുകയാണ്. അപ്പൊ അനക്സഗോറസിനോട് പെരിക്ലിയസ് രാജാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട അനക്സഗോറസ്, അങ്ങ് റോമയുടെ ഏറ്റവും വലിയ പണ്ഡിതനാൻ, ഞാൻ റോമ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാൻ. പണ്ഡിതനായ അങ്ങേക്ക് എന്റെ സിംഹാസനത്തിന്റെ ഖജനാവിൽ നിന്ന് ആവശ്യമായതെല്ലാം അനുവദിച്ചു തന്നിരിക്കുകയാണ്. അവിടെ അനക്സഗോറസ് പെരിക്ലിയസ് രാജാവിനോട് രണ്ട് കൈയും കൂപ്പി പറഞ്ഞൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ട രാജാവേ, അങ്ങനോട് ക്ഷമിക്കണം. എന്തിനാണ് എനിക്ക് ഇനി ഖജനാവിൽ നിന്ന് തുക അനുവദിക്കുന്നത്? അണയാൻ പോകുന്ന വിളക്കിലേക്ക് ആരും എണ്ണയൊഴിച്ചു കൊടുക്കാറില്ലല്ലോ. ആളുകൾ കരഘോഷം മുഴക്കിയിട്ടാണ്
ആ വയോവൃദ്ധനായ പടുകളവനായ ബലഹീനനായ മനുഷ്യന്റെ വാക്ക് ആരോടാണ് പറയുന്നത്? പെരിക്ലിയസ് എന്ന ഭരണാധികാരിയോട് ചങ്കുറപ്പോടുകൂടെ പറയുകയാണ്, അങ്ങയുടെ സിംഹാസനത്തിന്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് ആവശ്യമില്ല. അണയാൻ പോകുന്ന വിളക്കിലേക്ക് ആരാണ് എണ്ണയൊഴിക്കുക രാജാവേ? ഞാൻ അണയാൻ പോകുന്ന വിളക്കാൻ. ഞാൻ ജീവിതത്തിന്റെ അസ്തമാനം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പടുകളവനാൻ. ഞാൻ ജീവിതത്തോട് സലാം പറയുകയാണ്. ഞാൻ ഭൗതിക ലോകത്ത് നിന്ന് സായുജ്യമടഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പ്രയാണം ചെയ്യുകയാണ്. അനക്സഗോറസിന്റെ വാക്ക് കേട്ടിട്ട് പെരിക്ലിയസിന്റെ കണ്ണ് നിറയുകയാണ്. വയോവൃദ്ധനായ ഒരു പണ്ഡിതൻ ലോകത്തെ പഠിപ്പിച്ച വാക്കാണിത്. അതുകൊണ്ട് വാർദ്ധക്യം പ്രതീക്ഷയറ്റതാണ് എന്ന് അനക്സഗോറസ് പോലും ലോകത്തോട് വിളിച്ചു പറയുമ്പോ, മല്ലം യർഹം സഗീറന, നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ മക്കളെ കാണുമ്പോ ആ മക്കളോട്, സമൂഹത്തിലെ മക്കൾ, അതാരാന്റെ മക്കളാണെങ്കിൽ പ്രത്യേകിച്ചും ആ കുഞ്ഞു മക്കളെ കാണുമ്പോ നമ്മൾ അണ്ണാച്ചി എന്ന് വിളിക്കുന്ന തമിഴ്നാട്ടുകാരിയുടെ തോളത്തിരിക്കുന്ന കുഞ്ഞു മകനെ കാണുമ്പോഴും ആ നിലപാട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മല്ലം യർഹം സഗീറന, സമൂഹത്തിലെ സമുദായത്തിലെ ചെറിയ മക്കളെ കാണുമ്പോ കരുണ പെയ്യുന്ന ആർദ്രമായ മനസ്സില്ലാത്തവർ, വലം യുവക്കിർ കബീറന, വയസ്സിന് മൂത്ത ആളുകളോട് ബഹുമാനമില്ലാത്തവർ, ലൈസ മിന്നാ, എന്റെ സംസ്കാരത്തിലെ പെട്ടവരല്ലെന്ന് പരിശുദ്ധ ആചാര്യനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മാനവികത, ഇതാണ് കൾച്ചർ. നമ്മളത് ആലോചിക്കണം. തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു സിറ്റുവേഷനിൽ മാനേജ്മെന്റ് അവിടെ നടക്കണം. ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പാൻറ്റും ടീഷർട്ടും ട്രാക്ക് സ്യൂട്ട് ഇട്ടിട്ട് ഞാൻ ഇന്ന ജീവിതങ്ങളെ സഹായിക്കാൻ വേണ്ടി കടന്നു പോകാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹായത്തിന് നമ്മൾ ഇറങ്ങുന്നതും, കുടുംബസമേതരായ ഏതെങ്കിലും ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അലഞ്ഞു തിരിയുന്ന ഭിക്ഷാപാത്രം കയ്യിൽ പിടിച്ച ദരിദ്രനാരായണനായ ഒരു പയ്യനെ കാണുകയാൻ. ഒട്ടിയ വയറാൻ, കുഴിഞ്ഞ കണ്ണുകളാൻ, ജടകുത്തിയ മുടികളാൻ. ഭർത്താവാണ് വണ്ടി ഓടിക്കുന്നത്, ഭാര്യ അപ്പുറത്തെ സീറ്റിലാണ്, മക്കള് ബാക്ക് സീറ്റിലാണ്. ആ ദമ്പതികൾ കാർ അവിടെ സൈഡാക്കുകയാണ്. കാറിന്റെ ഡോർ തുറക്കുകയാണ്. മക്കളെ വരൂ, ഒരു അനാഥ ബാലനുണ്ട്, നമുക്ക് അവനെ കാണാം. ആ കുട്ടിയോട് ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കാം, ആ കുട്ടിയോട് കുശലം പറയാം. കാറിലുള്ള മക്കൾ, എന്തിനാണ് എന്റെ മാതാപിതാക്കൾ ഇപ്പൊ വണ്ടി സൈഡാക്കി ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? ഉപ്പ ചെയ്യുന്നത്, ഉമ്മ ചെയ്യുന്നത്, അച്ഛൻ ചെയ്യുന്നത്, അമ്മ ചെയ്യുന്നത്. പറക്കമുറ്റാത്ത മക്കൾ പഠിക്കുകയാണ്. എന്തിനാണ് ഇവിടെ ഈ യാത്രക്കിടയിൽ അടിയന്തരമായി വണ്ടി സൈഡാക്കിയത്? അതൊരു അനാഥബാലനെ കണ്ടതിന്റെ പേരിലാണ്. എന്തിനാണ് അനാഥബാലനെ കണ്ടപ്പോ വണ്ടി നിർത്തിയത്? അത് അനാഥബാലന്റെ കൂടെ നിൽക്കാനാണ്, അവന് അന്നം കൊടുക്കാനാണ്, എന്നിട്ട് മതി യാത്ര എന്ന പ്രഖ്യാപനം നടത്താനാണ്. ഈ മക്കള് ഏത് വലിയ സർവകലാശാലകളിൽ വർഷങ്ങളോളം പോയി പഠിച്ച് ആയിരക്കണക്കിന് ലൈബ്രറികളിലെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളെ അപഗ്രഥനം ചെയ്താലും ലഭ്യമല്ലാത്ത ഒരു കൾച്ചറാണ്. മാതാവും പിതാവും വണ്ടി റോഡിൽ സൈഡാക്കി മക്കളെ കയ്യും പിടിച്ചിട്ട് അനാഥത്വം പേറുന്ന ദരിദ്ര നാരായണന്റെ അടുക്കലേക്ക് നടന്നു പോയ ആ സിറ്റുവേഷനിൽ മാനേജ്മെന്റിലൂടെ മക്കളെ പഠിപ്പിച്ചു പോയിരിക്കുന്നത്. അതിനു വേണ്ടിയാകണം ജീവിതം എന്ന് പറയാൻ ഞാൻ ഈ സദസ് ഉപയോഗപ്പെടുത്തുകയാണ്. അതില്ലാത്തതിന്റെ കമ്മിയാണ് പുതിയ ലോകത്തിന്റെ പ്രതിസന്ധികളുടെ കാരണം. നമുക്കൊരുപാട് സംവിധാനങ്ങളുണ്ട്, എല്ലാം നമ്മുടെ കുടക്കീഴിലാണ്, എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്. ഒന്ന് ബട്ടണമർത്തി കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലുള്ള ഗേൾ ഫ്രണ്ടിനെ സ്വന്തം വീട്ടിന്റെ അപ്പുറത്തുള്ള റൂമിൽ കൊണ്ടുവന്നിരുത്താൻ സാധ്യമാകുന്ന, അവനോട് അവളോട് ചാറ്റിംഗ് നടത്താൻ കഴിയുന്ന പുതിയ ലോകത്തിന്റെ പ്രതിസന്ധികൾക്കിടയിൽ ഓടപ്പുറപ്പിനെ തെരയുമ്പോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ കഴിയൂല. അതിന് നടുറോട്ടിലേക്ക് ഇറങ്ങണം, അതിന് സമൂഹത്തിൽ സഹജീവിയാകണം, അതിന് ഉടപ്പുറപ്പിന്റെ കണ്ണീരോക്കാൻ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം. അവനവന്റെ ലോകത്തിന്റെ കടമ്പയുടെ കവാടങ്ങൾ തുറന്നിട്ട് ആരാന്റെ കൂരയിലേക്കൊന്ന് കടന്നു വരണം. അവിടെയുണ്ട് കുറെ ജന്മങ്ങള്. ആ ജന്മങ്ങളോട് അരിപറ്റി നിൽക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുന്നത്. മനുഷ്യത്വത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് അവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവരെ. അതില്ലാത്തതിന്റെ കമ്മി നന്നായി നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി ന്യൂജൻ പ്രൊഡക്റ്റുകൾക്കിടയിൽ നന്നായി അനുഭവിക്കുന്നുണ്ട്.
സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ ഇമ്പാക്റ്റ് നമ്മുടെ കുട്ടികളിൽ കാണുന്നു. എങ്ങനെ ഒരു സമർത്ഥനായ കള്ളനാകണം, എങ്ങനെ ഒരു സ്മഗ്ലിംഗ് നടത്തണം, എങ്ങനെ കിഡ്നാപ്പ് ചെയ്യണം, എങ്ങനെ ലഹരി ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് നമ്മളെ കുട്ടികൾ പഠിക്കുന്നു. ഏത് സിനിമയാണ് അരുപറ്റിയ ജന്മങ്ങളെ മാറോട് ചേർക്കണം എന്ന് മലയാളിയെ പഠിപ്പിച്ചത്? സംസ്കാരം എന്ന് പറയുന്നത് എവിടുന്നെങ്കിലും കൊണ്ടുവരേണ്ട സാധനമല്ല. അത് വീട്ടിൽ നിന്ന് മുളപൊട്ടണം, വീട്ടിൽ നിന്ന് മുളപൊട്ടണം. ഇനി വേനൽ വരികയാണ്. എൻ്റെ ഉമ്മമാരോടൊരു വാക്ക് ഞാൻ അടിവരയിട്ട് സഹചാരിയുടെ സദസ്സിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വേനൽക്കാലം വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, SSLCക്ക് തീക്ഷ്ണമായ ചൂട് കൊണ്ടിട്ട് പഠിക്കുന്ന നിങ്ങളുടെ, അല്ലെങ്കിൽ പഠനങ്ങൾ കഴിഞ്ഞ് വേനൽ ആഘോഷിക്കുന്ന നിങ്ങളുടെ മകനെ വിളിച്ചിട്ടൊരു ചോദ്യം, മോനെ വീട്ടിന്റെ മുറ്റത്ത് പരന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചോ? എന്തിനാ ഉമ്മ അത്? അവന്റെ ഒരു ചോദ്യം ഉണ്ടാകും. അത് ഉമ്മക്ക് മറുപടി പറയാനുള്ള അവസരമാണ്. മാതാവ് ഇത്രകാലം സ്കൂളിൽ പോയിട്ട് കുട്ടി പഠിക്കാത്ത ആദ്യത്തെ ചാപ്റ്റർ SSLC കഴിഞ്ഞു വന്ന പൊന്നുമോനെ വേനൽ അവധിയിൽ പഠിപ്പിക്കുകയാണ്. എന്തിനാണെന്നോ? ഈ റോട്ടിലും ഈ തൊടിയിലും ഈ പറമ്പിലും ഈ പാടശേഖരങ്ങളിലുമുള്ള കുടികളിൽ നിന്ന് സൂര്യതാപം കൊണ്ട് ഉണ്ടായ വെള്ളവും വറ്റിപ്പോയിരിക്കുകയാണ്. നമുക്ക് തൊണ്ട വരണ്ടു പോകുമ്പോ ടാപ്പ് ഒന്ന് തുറക്കാം. നമുക്ക് തൊണ്ട വരണ്ടു പോകുമ്പോ തൊട്ടിയെടുത്തിട്ട് കിണറ്റിലേക്ക് ഇടാം, കപ്പിയിലൂടെ അത് വലിച്ചെടുക്കാം. നമുക്ക് തൊണ്ട വരണ്ടു പോകുമ്പോ ജലാശയങ്ങളിലേക്ക് ഇറങ്ങാം. മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ തുറന്നിട്ട് കളകള എന്ന് പറഞ്ഞ് മോന്തി കുടിക്കാം. മോനെ, ഈ ചിറക് നവർത്തിയിട്ട് പട്ടം വിടർത്തി പറക്കുന്ന കബോധം, മാടപ്രാവ്, തത്തമ്മ, കാക്ക, ഈ പതംഗങ്ങൾ, ഈ പറവകൾ, ഈ ഗഗനചാരികൾ, ആരാണ് അവക്ക് വെള്ളം കൊടുക്കുക? അവക്ക് കിണറ്റിലിറങ്ങാൻ കഴിയോ? അവർക്ക് ടാപ്പ് തിരിക്കാൻ കഴിയോ? എന്റെ പൊന്നുമോനെ, പരന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെക്ക്. ഇതൊരു ധർമ്മത്തിന്റെ സംസ്ഥാപനമാണ്. ആ ധർമ്മ സംസ്ഥാപനം ഇത്രകാലം അടുക്കളയിലെ ആഭ്യന്തരമന്ത്രിയായിട്ട് എത്ര ഉമ്മമാർക്ക് നിറവേറ്റാൻ സാധിച്ചു? നമ്മുടെ വകുപ്പ് പോലും നമ്മൾ നിർവഹണം നടത്തിയിട്ടില്ല. അവിടെ കൃത്യവിലോപങ്ങൾ നടക്കുകയാണ്. ഇല്ല, നമ്മുടെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല. ഞാൻ അർത്ഥശങ്കക്കിടയില്ലാതെ അസന്നിഗ്ധമായിട്ട് പറയാൻ, മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചക തിരുമേനി നടന്നു പോകുമ്പോൾ ചിത്രശലഭങ്ങളെ പോലെ ഒരുപാട് സഹാബികളുടെ മക്കൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പുതിയ ഉടയാടകൾ ധരിച്ച് പ്രവാചക തിരുമേനിയോടുകൂടെ തക്ബീർ ചൊല്ലി പള്ളിയിൽ കയറി പെരുന്നാളിന്റെ പ്രാർത്ഥന കഴിഞ്ഞ്, മുഹൂർത്തങ്ങൾ കഴിഞ്ഞ്, ആശ്ലേഷണങ്ങൾ കഴിഞ്ഞ്, ആലിംഗനങ്ങളിലേർപ്പെട്ട് ഒരു തോളിലേക്ക് മറ്റൊരു തോള് ചായ്ച്ചു വെച്ച് മക്കളെല്ലാം പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രവാചകന്റെ കൂടെ മദീനയിലെ മറ്റുള്ള സഹാബികളുടെ മക്കള് പെരുന്നാളിന്റെ ആഘോഷത്തിമർപ്പിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഈ മക്കളോടൊപ്പം സന്തോഷഭരിതനായി ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ നായകന്റെ കണ്ണുകള് അങ്ങകലയുള്ള കടത്തണ്ണയിലേക്ക് പതിഞ്ഞത്. ആരാണ് അവിടെ ഇരിക്കുന്നത്? നമുക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കുമ്പോ ഈ ചിത്രശലഭങ്ങളായ മക്കളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. മോനോട് ചോദിച്ചു, മോനെ നിനക്ക് പെരുന്നാളില്ലേ? ഒട്ടിയ വയറാൻ, കുഴിഞ്ഞ കണ്ണുകളാൻ, ജടകുത്തിയ മുടികളാൻ, അവൻ കീറിപ്പറിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അവന്റെ ശരീരത്തിൽ അവിടെയും ഇവിടെയും മ്ലേച്ഛമായ അഴുക്കുകളാൻ, മാലിന്യത്തിന്റെ കൂമ്പാരം പോലെ ദരിദ്രനാരായണനായ ഒരു പയ്യൻ കടത്തിണ്ണയിൽ ഇരുന്നിട്ട് വിലാപം കൊള്ളുകയാണ്. എപ്പോ അവന്റെ സമപ്രായക്കാരായ കുഞ്ഞുമക്കള് ചിത്രശലഭങ്ങളെ പോലെ പരിശുദ്ധ നബിയുടെ കൂടെ ആഹ്ലാദം പങ്കിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോ പരിശുദ്ധ നബി തിരുമേനി ചോദിക്കുകയാണ്, ലോകത്തിന്റെ കാരുണ്യം ചോദിക്കുകയാണ്, കുഞ്ഞുമോനെ നിനക്ക് പെരുന്നാളില്ലേ? കുട്ടി വിതുമ്പുകയാണ്, ഗദ്ഗദ കണ്ഠനാവുകയാണ്. പരിശുദ്ധ റസൂലേ, പെരുന്നാൾ ആഘോഷിക്കാൻ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ ഈ കുട്ടികൾക്കെല്ലാം ഉപ്പയുണ്ടായത് കൊണ്ടത് ലഭ്യമായി. വസ്ത്രം വാങ്ങിത്തരാൻ ഉപ്പയില്ല നബിയെ, പിതാവ് മരിച്ചുപോയ അനാഥനാണ് ഞാൻ. വീണ്ടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വസ്ത്രം ഒരുക്കിത്തരാൻ
കുളിപ്പിച്ച് എന്നെ വസ്ത്രം ധരിപ്പിച്ചു തരാൻ ഈ കുട്ടികൾക്ക് ഉമ്മയുണ്ട്. അതിനൊരു മാതാവില്ലാത്ത അനാഥനാണ് ഞാൻ. മാതാവും പിതാവും പട പറഞ്ഞു പോയ അനാഥനായ പയ്യനെ കണ്ടപ്പോ കണ്ണീർ വാർത്തിട്ട് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മുഹമ്മദിന്റെ പെരുന്നാൾ നിർത്തിവച്ചിരിക്കുകയാണ്. എല്ലാ ആഘോഷവും ഇവിടെ തീരാൻ. ആഘോഷത്തമർപ്പിന്റെ അലമാലകളും തിരമാലകളും ഒരു തിരക്ക് ശേഷം മറുതിര എന്ന രീതിയിൽ വന്ന ആഘോഷ തിമർപ്പുകൾ അവിടെ നിർത്തിവെച്ചു. മുഹമ്മദിന്റെ പെരുന്നാൾ കഴിഞ്ഞു. കുട്ടിയെ കൊണ്ടുപോയി ആയിഷ ബീവിയുടെ അടുക്കൽ കൊണ്ടുപോയി കുളിപ്പിക്കണം, വസ്ത്രം ധരിപ്പിക്കണം. കുളിച്ച് ഉടയാട ധരിച്ചിട്ട് നല്ല കുസുമദളമായി ഈ കുട്ടി പരിശുദ്ധ ആചാര്യന്റെ വലതുഭാഗത്ത് വന്നിരുന്നപ്പോ തളികയിൽ നിന്ന് ആദ്യമെടുത്ത ഒരു പിടി ഭക്ഷണത്തിന്റെ ഉരുള ഈ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ ആ തിളക്കമുള്ള കണ്ണുകൾ വയറ് നിറച്ചതിന്റെ, പെരുന്നാൾ കിട്ടിയതിന്റെ, പിതാവിനെ കിട്ടിയതിന്റെ, ആയിഷ എന്ന ഏതോ ഒരു പോറ്റുമ്മയെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ആ തിളക്കമുള്ള കൃഷ്ണമണികളുള്ള കണ്ണുകൾ ലോകനായകന്റെ കണ്ണിലേക്ക് ചിരിച്ചൊന്ന് നോക്കി. അപ്പൊ പരിശുദ്ധ റസൂൽ ആ കുഞ്ഞിന്റെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞുപോയി, മുഹമ്മദിന്റെ നഷ്ടപ്പെട്ടു പോയ പെരുന്നാൾ മുഹമ്മദിന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതാണ് ജീവിതം, അതാണ് ദർശനം. ആ കുട്ടിയുടെ മാതാവാര് പിതാവാര് എന്ന് അന്വേഷിക്കുന്നതിന് പകരം മാതാവില്ലാത്തവന്റെ മാതാവാകാൻ, പിതാവില്ലാത്തവന്റെ പിതാവാകാൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇറുപ്പവനും മലർഗന്ധമേകും, വെട്ടുന്നവനും തരിച്ചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ട് പാടും, പരോപകാരപ്രവണം പ്രപഞ്ചം. ഇനന്റെ ചെന്തി കതിർമാരി നിത്യമിടം പെടും തൻ തല കൊണ്ടു താങ്ങി, നമുക്കു പച്ചക്കുടയും പിടിച്ചു തേന്മാവതാദീനതയാലു നിൽപ്പൂ. നട്ടുച്ച നേരത്ത് കുറ്റിപ്പുറം അങ്ങാടിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് ഒരു മരം കാണുകയാണ്. ആ മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് തണലാസ്വദിക്കുകയാണ്, കാറ്റാസ്വദിക്കുകയാണ്. അപ്പൊ കുട്ടികൾ പറയും, ഓ എന്തൊരു തണുപ്പ്, എന്തൊരു ശീതച്ഛായ, എന്തൊരു ശീതളമായ അന്തരീക്ഷം, എന്തൊരു സുഖം, എന്തൊരു തണൽ. എന്തിനാണ് നമുക്ക് തണൽ തരാൻ ഒരു മുത്തശ്ശി തേന്മാവതിന്റെ മൂർധാവിൽ വെയിൽ കൊള്ളുകയാണ്. നമുക്ക് വേണ്ടി വെയിൽ കൊണ്ട കുറെ മാമരങ്ങൾ ഇപ്പൊ ഖബറിൽ കിടക്കുകയാണ്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് വടവൃക്ഷങ്ങൾ ഇപ്പൊ മൈലാഞ്ചി കൊടിച്ചെടിയുടെ താഴെ വലത് കവിള് മണ്ണോട് ചേർത്തി 6 അടി മണ്ണിൽ കിടക്കുകയാണ്. നമ്മളത് തിരിച്ചറിയണം. ജീവിതം തുലോം തുച്ഛമാൻ. പൂന്താനം നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാ. ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളായി ഒരേ സമയം ജനിച്ചു വീണവരല്ല നമ്മളാരും. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്നവർ മുഴുവൻ ഒറ്റ പ്രായക്കാരാകണം, ഒറ്റ വീട്ടിൽ നിന്ന് ഈ സദസ്സിലേക്ക് കടന്നു വന്നവരാകണം. അതല്ല സംഭവിച്ചത്. കൂടിയല്ല മരിക്കുന്ന നേരത്തും നമ്മൾ വട പറയുന്നതും ഒരുപക്ഷെ ഒന്നിച്ചായിക്കൊള്ളണം എന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു 60 കൊല്ലം, അതിൻ്റെ ഇടയിൽ ഒരു 50 കൊല്ലം, അതിൻ്റെ ഇടയിൽ ഒരു 30 കൊല്ലം, അതിൻ്റെ ഇടയിൽ ഒരു 20 കൊല്ലം. അതിൻ്റെ പേരെത്രേ ദുനിയാവ്, അതിൻ്റെ പേരെത്രേ ഭൗതിക ലോകം, അതിൻ്റെ പേരെത്രേ ഇഹലോകം, അതിൻ്റെ പേരെത്രേ പ്രമത്തത, അതിൻ്റെ പേരെത്രേ മത്സരം, അതിൻ്റെ പേരെത്രേ ഷണ്ഡ, അതിൻ്റെ പേരാണത്രേ കലഹം, അതിൻ്റെ പേരാണത്രേ കോലാഹലം, അതിൻ്റെ പേരാണത്രേ കുലൂഹലം, അതിൻ്റെ പേരാണത്രേ സംഘർഷവും സംഘട്ടനവും. ആ ദുനിയാവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് മത്സരിക്കേണ്ട സമയമല്ല, ഇത് ഉടപ്പറപ്പിനെ കണ്ടെത്തേണ്ട സമയമാണ്. അതാ ഞാൻ പറയുന്നത്, പള്ളിമൂലയിൽ പോയിട്ട് ഇസ്ലാമിനെ തെരഞ്ഞു പിടിക്കുന്നതിന് പകരം പാടവരമ്പത്തേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധ മതത്തെ കണ്ടുപിടിക്കണം. പള്ളിയിലും അള്ളാഹു കുടികൊള്ളുന്നുണ്ട്. പാടശേഖരത്തിൽ തൂമ്പായെടുത്തിട്ട് പാടശേഖരത്തിലെ മണ്ണിനോട് പടപൊരുതുന്ന കർഷകന്റെ കരങ്ങളിൽ താഴ്ന്നിറങ്ങിപ്പോയ ചെളികളിലും അള്ളാഹു സർവനാഥനായ തമ്പുരാന്റെ കണികയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ
താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. എല്ലാം അടക്കി ഭരിക്കുന്ന ഒരുത്തൻ നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. എൻ്റെ അടിമ എന്ത് ചെയ്തു? ഞാൻ അവന്റെ കയ്യിൽ ഒരു അമാനത്ത് ഏൽപ്പിച്ചിരുന്നല്ലോ. എൻ്റെ അടിമ എന്ത് ചെയ്തു? എൻ്റെ അടിമ എന്ത് ചെയ്തു എന്നിങ്ങനെ നോക്കാൻ. ശിവരാത്രി മഹോത്സവങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശിവപാർവതീശ്വരന്മാർ അവരുടെ പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്ന വേദാന്തങ്ങൾക്കിടയിലൂടെ ചരിത്രം പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. എന്ത്? പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരുപാട് സാധനങ്ങൾ പൊങ്ങി വരികയാണ്. ആ പൊങ്ങി വരുന്ന സാധനങ്ങൾക്കിടയിൽ നിന്ന് ഐരാവതം പൊങ്ങി വന്നു. അതിന്റെ കൂട്ടത്തിലാണ് കാളകൂടം, ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പാഷാണം കടന്നു വന്നത്. ആ പാഷാണം ലോകത്ത് വീണിട്ട് ലോക ജനത നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശിവൻ അതിനെ അകത്താക്കുമ്പോ തന്റെ പ്രിയതമയായ പാർവതി തന്റെ കഴുത്തിൽ വന്ന് പിടിച്ചു എന്ന് ഇതിഹാസങ്ങളിൽ പറയപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സഹോദര മതസ്ഥർ മന്ത്രം ജപിക്കുന്നതും വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു പോകുന്നതും ലോകരക്ഷയ്ക്ക് വേണ്ടി ഈ ദമ്പതികളെ നിലകൊണ്ടു എന്നതിന്റെ പേരിലാണ്. അവിടെയും പറഞ്ഞു ലോകരക്ഷ, ലോകരക്ഷ. അതാണ് എല്ലാവർക്കും സുഖിനോ ഭവന്തു, സുഖം ഭവിക്കട്ടെ. പരിശുദ്ധ റസൂലിനെ പറ്റി ഖുർആൻ പറഞ്ഞു റഹ്മത്തുൽ ആലമീൻ, ലോകരുടെ കാരുണ്യം. മുസ്ലിംകളുടെ കാരുണ്യം എന്നല്ല, ആലമീൻ, ലോകരുടെ കാരുണ്യം. അപ്പൊ ലോകത്തിലെ എല്ലാ മതക്കാരുമായ മനുഷ്യരുടെ കാരുണ്യം എന്നാണോ? അല്ല, സർവജനുസ്സുകളിലും പെട്ട ചരാചരങ്ങളുടെ കാരുണ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുണ്ടല്ലോ, ഭൂമിയുടെ അവകാശികൾ പറയുന്നു. ഭൂമിയുടെ അവകാശികൾ, നമ്മൾ ഭൂമിയുടെ അവകാശികളാണ്. 2 ഏക്കർ ഭൂമി എത്ര സ്വാഭാവികതയുമില്ലാതെയാണ് നമ്മളൊക്കെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഭൂമി വിൽപ്പനക്ക് വന്നൊരു മുതലാളിയോട് വാങ്ങാൻ വന്നൊരാൾ പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ അതിലെ ചിത്രശലഭങ്ങളെ കൂടി എനിക്ക് തരണം. എത്ര വലിയ വാക്കായിരുന്നു അത്! 2 സെന്റ് ഭൂമി നമുക്ക് കിട്ടുമ്പോൾ അതെന്റെ ഭൂമിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ ആ ഭൂമിയിലെ പൂക്കളിൽ നിന്ന് മധു നുകർന്നു കൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങൾ, ഷഡ്പദങ്ങൾ, പൂമ്പാറ്റകൾ നമ്മളോട് പറയാൻ, മനുഷ്യ, ഇത് എന്റെ കൂടി 2 സെന്റാണ്. ബഷീറിന്റെ കഥയിൽ പറയുന്നു, ഭൂമിയുടെ അവകാശികൾ. പാമ്പിങ്ങനെ ഇഴഞ്ഞു വരാൻ ഭൂമിയുടെ അവകാശിയാണെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പു സുൽത്താൻ പറയാൻ. നമ്മളൊന്ന് ചിന്തിച്ചോക്ക്. അവിടെയാണ് സഹാബത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടകം കരയുന്നത്. പരിശുദ്ധ നബിയെ, അങ്ങയെ കണ്ടിട്ടാണ് ഞാൻ വിലാപം കൊണ്ടത് എന്ന് മിണ്ടാപ്രാണി. തന്റെ യജമാനൻ തന്നെ ദ്രോഹിക്കുന്നു. ഭാരമുള്ള ചുമടുകെട്ടുകൾ തന്റെ മുതുകിൽ കയറ്റിവെച്ച് അത് മുതുകിൽ ചുമന്ന് കൊണ്ടുപോകുമ്പോ തീഷ്ണമായ വെയിലിന്റെ രശ്മികൾ ഏറ്റിട്ട് തളർന്ന് വീഴുമ്പോ മുട്ടുകുത്തി മണലാരണ്യങ്ങളിൽ വേച്ച് വേച്ച് നടക്കാൻ പോലും കഴിയാതെ വീണ് പോകുമ്പോ എന്റെ യജമാനന്റെ ചാട്ടവാറ് വന്നിട്ട് എന്റെ 2 വയറിന്റെ സൈഡുകളിലും പ്രഹരിക്കുകയാണ്. അദ്ദേഹം വന്ന് പതിക്കാൻ സഹിക്കുന്നില്ല, യജമാനനെ വിളിക്കാൻ. ഈ ജീവി എന്നോട് പരാതിപ്പെട്ടിരിക്കുന്നു. അവിടെ ഒട്ടകത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. എല്ലാം നമ്മുടേത് എന്ന് നമ്മൾ ഭാവിക്കാതെ നമ്മളാരും പൂർണ്ണ മുസ്ലിം ആവൂല. അള്ളാഹു പരിപാലിക്കാൻ പറഞ്ഞതാ. എത്ര സൂക്ഷ്മമായിട്ട് ജീവിക്കണം ഈ ഭൂമിയിൽ. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടിരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. പണ്ട് ONV കുറുപ്പ് പറഞ്ഞതാണ്. ആ കവിതയുടെ ശീർഷകം തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്നാണ്. ഭൂമി അവസാനിക്കുകയാണ്. നമ്മളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാതാവ് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഭൂമിയുടെ മക്കളാകുന്ന മനുഷ്യർ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് തമ്മിൽ അടിക്കുമ്പോ മാതാവായ ഭൂമി രണ്ടുപേരെയും കാണുകയാൻ. അവർ രണ്ടുപേരും ഭൂമിയെ കണ്ടിട്ടില്ല. ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാല് കണ്ടിട്ട് ഇരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. നമ്മുടെ ഉമ്മയും ഉപ്പയും ചെയ്യുന്ന പണിയും അത് തന്നെയാണ്. മക്കളെ കൊണ്ട് ദ്രോഹമുണ്ടാകുമ്പോ പോലും മക്കളുടെ സാന്നിധ്യത്തിൽ വയോവൃദ്ധരായ മാതാവും പിതാവും കണ്ണീരൊഴുക്കാറില്ല, പരാതി പറയാറില്ല. ദ്രോഹിക്കുന്ന മക്കളൊന്ന് പുറത്തു പോകണം, ദ്രോഹിക്കുന്ന മക്കളൊന്ന് ഷോപ്പിങ്ങിന് പോകണം, ദ്രോഹിക്കുന്ന മക്കളൊന്ന് ടൂറ് പോകണം. അപ്പോ ഒറ്റപ്പെട്ടു പോയ മാതാവും പിതാവും വാതിലടച്ചിട്ട് വിതുമ്പി വിതുമ്പി കരയുകയാണ്. ഇനി സ്വസ്ഥമായി കരയാം, കണ്ണീരിന് കണക്ക് ചോദിക്കാൻ ഇവിടെ ആളില്ല. ഇനി സ്വസ്ഥമായൊന്ന് കരയാം. ഘർലോട്ട് കരോയേങ്കെ മാംബാപ്പ് അകേലേ മേ. മക്കള് വീട്ടിൽ നിന്ന് പുറത്തു പോയ നേരത്ത് ഉപ്പയും ഉമ്മയും വന്നിട്ട് ഒറ്റക്ക് വിതുമ്പി വിതുമ്പി കരയുകയാണ്. ഘർലോട്ട് കരോയേങ്കെ മാംബാപ്പ് അകേലേ മേ. മിട്ടി के खिलौने भी സത്നത്തെ മേളേ മേ. എന്തിനാണ് മക്കളെ മക്കളില്ലാത്ത നേരത്ത് ഉപ്പയും ഉമ്മയും കരഞ്ഞുപോയത്? അവിടെ പിതാവും മാതാവും പറയുകയാൻ, ഐങ്കലം അങ്ങാടിയിൽ, പൊന്നാനി അങ്ങാടിയിൽ, കുറ്റിപ്പുറം അങ്ങാടിയിൽ, തവനൂര് അങ്ങാടിയിൽ മേള നടന്നുകൊണ്ടിരിക്കുമ്പോ വിൽപ്പനക്ക് വെക്കപ്പെട്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് മനുഷ്യന്റെ കരവിരുതുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കളിമണ്ണിന്റെ രൂപമുണ്ട്, കളിപ്പാവയുണ്ട്, മനുഷ്യന്റെ രൂപമുള്ള കളിപ്പാവ. ആ കളിപ്പാവക്ക് 10,000 രൂപയാണ് മാർക്കറ്റിൽ വില. അത് വിലക്ക് വാങ്ങാൻ ഇവിടെ ആളുണ്ട്. അത് ഷോക്കേസിൽ കൊണ്ടുപോയിട്ട് വരുന്ന അതിഥികൾക്ക് അത് ഞാൻ തവനൂര് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്, അതിന്റെ വില 10,000 എന്ന് മേനി പറയാൻ ഇവിടെ ആളുണ്ട്. എന്നാൽ ഇത് കളിപ്പാവയല്ല, ഇത് മണ്ണപ്പമല്ല, ഇത് മണ്ണിലേക്ക് വെള്ളം കുടച്ചുണ്ടാക്കിയതല്ല. ഇത് സിരകളിലൂടെ രക്തമോടിക്കൊണ്ടിരിക്കുന്ന ഉപ്പയാൻ, ഇതുമ്മയാൻ, മാതാവാണ്, പിതാവാൻ, അച്ഛനാണ്, അമ്മയാൻ. എന്തിനേറെ പറയണം, തവനൂര് നമ്മുടെ വൃദ്ധസദനം നമ്മുടെ അടുത്താൻ, നമ്മുടെ വെളിപ്പാടകലയാൻ വൃദ്ധസദനമുള്ളത്. അത്രമേൽ സ്നേഹിക്കയാൽ എന്നൊരു കവിത തവനൂര് വൃദ്ധസദനത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്. വയോജന ദിനത്തിന്റെ ദിവസം തവനൂര് വൃദ്ധസദനത്തിൽ നടന്ന സംസ്ഥാന സർക്കാരിന്റെ വയോജന ദിന പരിപാടിയിൽ എന്റെ കവിത അവിടെ പ്രകാശനം നടത്താൻ സാധ്യമായതും 2 കൊല്ലം മുമ്പ് സംഭവമാണ്. അത് ഞാൻ ഓർത്തു പോവുകയാണ്. അമ്മേ അനശ്വര ചൈതന്യമേ, എന്റെ ജീവന്റെ ജീവനാമമ്മേ, എൻ ദേഹ പഞ്ചര നിർമ്മാണ വൈഭവാൽ എന്നെ സ്ഫുടം ചെയ്തൊരമ്മേ. എന്റെ കവിത ഞാൻ ഇവിടെ ആലപിച്ചു പോയത് തല നരച്ചു പോയ മുത്തശ്ശിമാരായ അമ്മമാരുടെ മുമ്പിലാണ്. ആ അമ്മമാരുടെ സിൽക്ക് പോലെയുള്ള തൂവെള്ളയുള്ള മുടി, ആ മുടികൾക്കിടയിലൂടെ നമ്മൾ നമ്മുടെ വല്യമ്മമാരെ വായിച്ചെടുക്കുകയാണ്. ഈ അമ്മമാർക്കും എത്ര പേരമക്കളാണ്. ആ പേരമക്കളെ മടിയിൽ ഇരുത്തി കളിപ്പിച്ച് കൊഞ്ചിച്ച് വീട്ടിൽ കഴിയേണ്ട എത്ര അമ്മമാരാണ്. തവനൂര് വൃദ്ധസദനത്തിൽ വന്നു കയറുന്ന ആളുകളെ മുഴുവൻ തന്റെ മക്കളെന്ന് സങ്കല്പിച്ച് ചിരിക്കാൻ, ഉള്ളിൽ കരച്ചിൽ ഒതുക്കി നിർത്തിയിട്ട് നമ്മളോട് തുറന്ന് ചിരിക്കാൻ സന്നദ്ധരാകുന്ന അമ്മമാരെ ആലോചിക്കണം. അപ്പോഴാണ് ഹൃദയം പൊട്ടിപ്പോവുക. അത്രമേൽ സ്നേഹിക്കയാൽ എൻ്റെ വക്രമിൽ മുത്തം ചൊരിഞ്ഞുള്ളൊരമ്മേ, പാൽനില പുഞ്ചിരി തൂകുന്ന യാമമിൽ താരാട്ടി ചോറൂട്ടുമമ്മേ, കേവലം നാഭിനാളത്തിന്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ, ജീവിത യാത്രയ്ക്കു സാക്ഷിയാമൊക്കെയും അങ്ങോ കനിഞ്ഞതാണമ്മേ. 2 പേജ് ദൈർഘ്യമുള്ള ഈ കവിത ആലാപനം ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് നിറയുന്നതിന്റെ മുമ്പ് മുന്നിൽ ഇരുന്നു പോയ വൃദ്ധസദനത്തിലെ അന്തേവാസികളായ പല അമ്മമാരും കൈലേസ് എടുത്തിട്ട് കർച്ചീഫ് എടുത്തിട്ട് ആർദ്രമായി പോയ സജലങ്ങളായി പോയ അവരുടെ നയനങ്ങൾ തുടക്കുന്ന ദാരുണമായ രംഗം കണ്ടപ്പോ നമ്മുടെ കണ്ണും നിറഞ്ഞു പോവുകയാണ്. അതിന്റെ ഇടയിലാണ് നമുക്കുറ്റവരുണ്ട്, നമുക്കുടയവരുണ്ട്, നമ്മളെ നോക്കാൻ ആളുകളുണ്ട്. ഇല്ലാത്തവരുടെ അടുക്കലേക്കൊന്ന് കടന്നു പോകുമ്പോഴാണ് അന്യന്റെ വേദനയുടെ ആഴപ്പരപ്പുകൾ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ.